ഹായ് മക്കളെ, ജെസി സാറാണ്. അപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയാണ്. ജിതിൻ എന്നാണ് പേര്. പ്രധാനമായിട്ട് സോഷ്യൽ സയൻസ് ഞാനും ഫൈസൽ സാറും അതുപോലെ തന്നെ അമീൻ സാറാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കളോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ ഓണം എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിലായ സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ എക്സാമാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ NMMS എന്ന് പറയുന്ന ഒരു എക്സാം എഴുതാൻ പോകുന്നതൊക്കെ ഈ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് നമ്മുടെ ഈ 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് മക്കളെ, നിങ്ങളൊക്കെ ആക്ച്വലി പഠിച്ചു തുടങ്ങിയോ? എന്താ അവസ്ഥ? ഈ ഓണം എക്സാമിനേക്കുള്ള പോർഷൻസ് ഒക്കെ എൻ്റെ മക്കൾ കവർ ചെയ്തോ? യെസ്, ഞാനത് ചോദിച്ച സമയത്ത് തന്നെ മക്കൾക്ക് കുറേ കമൻറ്റുകളിലൂടെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്, സാർ തുടങ്ങിയിട്ടില്ല, എത്രത്തോളം പഠിക്കാനുണ്ട് എന്നൊക്കെ പല ആൾക്കാർക്കും സംശയങ്ങളുണ്ട്. മക്കളെ ശരിക്കും പറയാം, നമുക്ക് സോഷ്യൽ സയൻസിൽ പ്രധാനപ്പെട്ട 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഓണം എക്സാമിന് പ്രധാനപ്പെട്ട ആദ്യത്തെ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇനി ഈ 5 എണ്ണത്തിൽ എല്ലാം നമ്മൾ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. 4ാമത്തെ നിങ്ങൾ ഫുള്ള് വരെ 4ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 5ാമത്തേതാണെങ്കിൽ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. കാരണം അതിനകത്ത് എല്ലാ ഭാഗങ്ങളൊന്നും വരില്ല. 5ാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ, അത് മിക്കവാറും ഒരു 2 മാർക്കിനൊക്കെ വരുന്ന ഒരു 2-3 ചോദ്യങ്ങളൊക്കെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷവും 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ എന്തായാലും വരാൻ സാധ്യത കൂടുതലും അതിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ തന്നെ കുറേ ആളുകൾ ഇതേപോലെ തന്നെ ട്യൂഷനൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിനകത്തുള്ള ഓഫ്ലൈൻ സെൻറ്ററുകളൊക്കെ ട്യൂഷൻ സെൻറ്ററിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ 9ഉം 10ഉം ഒക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ 8ാം ക്ലാസ് ഒന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇത്തരത്തിലേക്ക് ഇതുപോലെ ട്യൂഷനൊക്കെ നാട്ടിനകത്ത് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്, അത് മാത്രമല്ല ചിലപ്പോൾ കുറച്ച് ലോങ് ഒക്കെ അതിരാവിലെ തന്നെ ലോങ്ങിലേക്ക് കുറേ നമ്മൾ എണീറ്റൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ദൂരയാത്രയൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഒരു യോധ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്. മക്കളെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ യോധ ബാച്ചിനകത്ത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2ാമത്തെ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തു, 3ാമത്തെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ചാപ്റ്റർ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 3ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങും. അതായത് ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് വേണ്ട ഓണം എക്സാമിന് വേണ്ട പോർഷൻസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യും, തീർക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോന്ന് റിവിഷൻ എന്ത് ചെയ്യും, അവിടെയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് NMMS പോലുള്ള എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളൊന്നും തന്നെ ഒരു നിമിഷം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മടി കാണിക്കാതെ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ യോധ ബാച്ചിനകത്ത് ചേരണം. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്നാമത്തെ ഫീച്ചേഴ്സ്, മക്കളെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ മുൻകൂട്ടി തരും. ആ ടൈം ടേബിൾ പ്രകാരമാണ് ക്ലാസ്സുകൾ നടക്കുക. ഈവൻ നിങ്ങൾക്ക് ആ ലൈവിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ആ ക്ലാസ് ഓൾറെഡി ആപ്പിനകത്ത് എന്താക്കും, അതില്ല, അവിടെ കിടക്കും, അത് റെക്കോർഡായിട്ട് കിടക്കും. ഇനി അതല്ല മക്കളെ, നിങ്ങൾക്ക് നോട്ട്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സ്കൂളിനകത്തേക്ക് എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അസൈൻമെൻറ്റ്, സെമിനാർ, ഇങ്ങനത്തെ കുറേ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപകരിക്കുന്ന നോട്ട്സുകളുണ്ട്. ഇനി അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസിനോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ ഓരോ സ്ലൈഡ് വൈസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ഡൗട്ട് ചോദിക്കാം, കൃത്യമായിട്ട് അതിനെന്ത് ചെയ്യും, മറുപടി തരും. ഇനി അത് കൂടാതെ നമ്മൾ എക്സാമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. മക്കളെ ആ ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് അല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഒക്കെ ആപ്പിനകത്ത് എന്താണ് അവൈലബിൾ ആണ്. ഇത്തരത്തിലേക്കുള്ള കിഡിലൻ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ് നമ്മുടെ യോധ ബാച്ചിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളൊരു വലിയൊരു മാർക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും തന്നെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ യോധ ബാച്ചിൻ്റെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഈ വർഷത്തിലെ ഓണം എക്സാമും അതേപോലെ തന്നെ പിന്നീട് നമുക്ക് വരുന്ന NMMS ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കണം. സോ എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ, യോധയുടെ ഭാഗമായിക്കോ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം കൊണ്ടുപോകാം. സോ ഓൾ ദി ബെസ്റ്റ് വരും.